കണ്ണപ്പ എന്ന് പറയുന്നൊരു സിനിമ തിയേറ്ററിൽ പോയി കണ്ട്. ഒരിക്കലും ഈ വീഡിയോ ഒരു റിവ്യൂ ഒന്നുമല്ല. കാരണം ഈ പടം കണ്ട എനിക്ക് തീരെ വയ്യ. എൻ്റെ മനസ്സിങ്ങനെ മടുത്ത് 2-3 മണിക്കൂർ തിയേറ്ററിൽ പോയി ഒരു കൂതറ പടം കണ്ടതിൻ്റെ എല്ലാ ദേഷ്യവും എനിക്കുണ്ട്. അതുകൊണ്ട് എൻ്റെ ആ സങ്കടവും ദേഷ്യവും പറഞ്ഞു തീർക്കാനായിട്ടൊരു വീഡിയോ ചെയ്യുന്നു. അത്രയും പറഞ്ഞാൽ മതി. കാരണം അമ്മാതിരി ഒരു നശിച്ച കൂതറ പടം. അതായത് ഒരു ഒരു തിയേറ്ററിൽ പോയിട്ട് പ്രേക്ഷകർ കാണാൻ വേണ്ടിയിട്ട് ഒരു പടം കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ അവരിങ്ങനെ വെറുപ്പിക്കുക, ദ്രോഹിക്കുക, ഒരപരാധം കാണിച്ച് ഇറക്കി വിടുക, അങ്ങനെ നമ്മളിട്ട് ഇങ്ങനെ നമ്മളെ കൊല്ലാക്കൊല ചെയ്യുക. ഇതിനേക്കാൾ ഭേദം നമ്മുടെ ഇന്ന് പൈസ വാങ്ങിച്ചിട്ട് പടം ഇല്ല, ഷോ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറക്കി വിടുന്നതായിരുന്നു. കാരണം എന്താണ് ഇത്? ഒരു സിനിമയിലെ ഈ അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആൾക്കാരും വെറുപ്പിക്കുക, ടെക്നിക്കൽ സൈഡ് എല്ലാവരും വെറുപ്പിക്കുക. ഇതൊരു സത്യം പറഞ്ഞാൽ ഇതൊരു സിനിമയായിട്ട് പോലും കണക്ക് കൂട്ടാൻ പറ്റില്ല. ഒരു 10-30 വർഷം പഴക്കമുള്ള, അല്ലെങ്കിൽ 1980 90 കാലഘട്ടത്തിലെ ഈ അമ്പലപ്പറമ്പിലെ കൂതറ ബാലയില്ലേ, അതിനേക്കാളും ഒക്കെ മോശം സാധനം. ഒരു ഒരു വാക്കില്ല എനിക്ക് പറയാനായിട്ട്. എന്തെനിക്ക് പറയേണ്ട അമ്മാതിരി കൂതറ സാധനം. ഞാൻ സിനിമയെ പറ്റിയൊക്കെ പറയാം, പക്ഷെ അതിന് മുമ്പ് എനിക്ക് ഈ പടത്തിനകത്ത് ലാലേട്ടൻ്റെ ക്യാമിയോ ഉണ്ടെന്നും കൊണ്ടാണല്ലോ നമ്മളൊക്കെ കെട്ടിയെടുത്തത്. കാരണം ഈ ഒരു സിനിമ കേരളത്തിൽ റിലീസാകാൻ കാരണവും അല്ലെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പോയി കാണാൻ കാരണവും ലാലേട്ടൻ്റെ ക്യാമിയോ റോളാണ്. എന്തിനാണ് ലാലേട്ടൻ ഇമാതിരി സാധനമൊക്കെ ചെയ്ത് കൂട്ടുന്നേ? നിങ്ങൾക്ക് എന്തുമാത്രം വിലയുണ്ട്, വാല്യൂ ഉണ്ട്? നിങ്ങളുടെ ആ ഒരു സ്റ്റാർഡം നിങ്ങൾ തിരിച്ചറിയും. ഇപ്പം നിങ്ങൾ എമ്പുരാൻ വിജയിച്ചു, അല്ലെങ്കിൽ തുടരൊക്കെ ഇത്രയും വലിയ ഹിറ്റായിട്ട് ഇത്രയും വലിയൊരു സ്റ്റാർട്ടത്തിൽ നിൽക്കുന്ന നിങ്ങൾ പോയിട്ട് എന്തിനാണ് ഈ ഒരു സാധനം? ഇതിനകത്ത് ഒരു ഇന്റർവെൽ ആകുമ്പോൾ ലാലേട്ടൻ വരുന്ന സമയത്തുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഓക്കെ. ലാലേട്ടൻ ഒന്നും ചെയ്യാനില്ല. 5 മിനിറ്റ് എന്തൊക്കെയോ ഒന്ന് ഡയലോഗ് അടിച്ചിട്ട് അങ്ങ് പോവാ. ലാലേട്ടൻ്റെ ഒരു കൂതറ സാധനം ഉണ്ട്. ഒരു വാളിൻ്റെ മുകളിൽ ലാലേട്ടനെ, ആ വാളിൻ്റെ പിടിയുടെ മുകളിൽ ലാലേട്ടനെ പിടിച്ച് നിർത്തിയിട്ട് ഒറ്റക്കാലി നിർത്തുന്ന ഒരു സംഭവം ഉണ്ട്, പട്ടി മുള്ളാൻ നിൽക്കുന്ന പോലെ. എൻ്റെ അമ്മോ, ഉറപ്പിച്ചു അത് സ്ക്രീൻഷോട്ട് ഇന്നിറങ്ങും. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇന്നിറങ്ങി ഊക്കി പൊളിക്കും പുള്ളിനെ എല്ലാവരും കൂടെ. കാരണം എന്തിനാണ് ലാലേട്ടൻ ഇത് ചെയ്യണേ? നിങ്ങളോടുള്ള കട്ട ഫാൻ ആയതുകൊണ്ട് സ്നേഹം കൊണ്ട് പറയാ, നിങ്ങൾ അന്യഭാഷയിൽ പോയിട്ടോ മലയാളത്തിൽ ഇങ്ങനത്തെ കൂതറ ഐറ്റംസിലൊന്നും തലവെച്ച് കൊടുക്കരുത്. സൗഹൃദത്തിൻ്റെ പേരിലായിക്കോട്ടെ, എന്തിൻ്റെ പേരിലായിക്കോട്ടെ, എനിക്ക് വയ്യ. സൗഹൃദത്തിൻ്റെ പേരിലോ എന്തിൻ്റെ പേരിലോ ഇമാതിരി കൂതറ പടമൊക്കെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയെന്ന് പറയുന്നത് എന്തിന്? അന്യഭാഷയെ പോയിട്ട് ഇമാതിരി പരിപാടി ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇത് ഓരോ ഇൻഡസ്ട്രിയിലുള്ള പ്രമുഖ നടന്മാരെ വിളിച്ച് ഊക്കി വിട്ടേക്കുക. പ്രഭാസിനെ തെലുങ്കിന്ന് വിളിച്ചിട്ട്, എൻ്റെ പൊന്നോ, പ്രഭാസിന് പോലും അറിയില്ല പുള്ളി എന്താ ചെയ്തെന്നുള്ളത്. കൂട്ടത്തെ എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും എന്നല്ല, വളിപ്പല്ലാത്തത് പ്രഭാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കണ്ണിൽ. പുള്ളി എന്തൊക്കെയോ വന്ന് കാണിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. പുള്ളിക്കൊന്നും ചെയ്യാനില്ല. പുള്ളി ഇങ്ങനെ ഒരു കോസ്റ്റ്യൂമും കൊടുത്ത് ഏറും പിടിച്ച് കുറച്ച് ഭസ്മവും വരുത്തിച്ച് പുള്ളി ഇങ്ങനെ നിൽക്കുക. പിന്നെ അക്ഷയ് കുമാർ, നമ്മുടെ കാജൽ അഗർവാൾ, അയ്യോ അവരെന്താണ്, അവര് പടം തുടങ്ങുന്ന സമയം മുതൽ ഒരു ഫ്ലെക്സ് ബോർഡ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ വലിച്ചു കെട്ടിയേക്കാം മഞ്ഞുമലയുടെ. ഈ പണ്ട് നമ്മൾ ഈ കമ്പ്യൂട്ടറിൻ്റെ വാൾപേപ്പറില്ലേ, വിൻഡോസ് 7 കാണുന്ന പോലെ മഞ്ഞുമലയുടെയൊക്കെ അതേപോലത്തെ ഒരു ഫ്ലെക്സ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്, വാൾപേപ്പർ ഉണ്ട്. അതിനും ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു പുലിത്തോലും കെട്ടിക്കൊണ്ട് അക്ഷയ് കുമാർ ഇരിക്കുക. അക്ഷയ് കുമാറിന് ഒന്നും ചെയ്യാനില്ല. പുള്ളിയൊക്കെ ഇങ്ങനെ പെട്ടുപോയ അവസ്ഥ. എന്ന് വെച്ചാൽ ഭീഷണിപ്പെടുത്തി അഭിനയിപ്പിച്ച സിനിമയാണോ? കാരണം എങ്ങനെയാണ് ഈ സിനിമയുടെ എനിക്ക് സംവിധായകൻ്റെ പേര് നോക്കാനോ നിർമ്മാതാവിൻ്റെ പേര് നോക്കാനോ ഒന്നും എനിക്ക് താല്പര്യമേ ഇല്ല. കാരണം എന്തിനാണ്? നിങ്ങളിന്ന് ആലോചിക്കണേ, ഇതിൻ്റെ ഒരു CGI കുറേ രംഗങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ ആകാശം കാണിക്കുമ്പോൾ ആകാശത്തു കൂടെ ഇങ്ങനെ എഫക്റ്റ് ഇടുക. മേഘം ഇങ്ങനെ വന്ന് ശിവലിംഗം ആവുന്നു, മേഘം ഇങ്ങനെ വാളാവുന്നു. അയ്യോ, ഇതൊക്കെ ഏത് കാലഘട്ടത്തിൽ? ഇതൊക്കെയാണോ CGI ആയിട്ട് നിങ്ങൾ ചെയ്യുക? അഭിനയിച്ചിരിക്കുന്ന എല്ലാം ഇങ്ങനെ വെറുപ്പിക്കൽ പണ്ടടക്കുക. ശരത് കുമാർ ഏറ്റവും ആദ്യം വന്നിട്ട് കുറേ ഹിസ്റ്ററി പറയും, പിന്നെ കുറച്ച് ഫിലോസഫി പറയും. പുള്ളിക്കൊന്നും ഒരു താല്പര്യമില്ല, ആർക്കും താല്പര്യമില്ല. ഇതിന് ഡയറക്ടർ എങ്ങനെയാണ് ഓക്കെ ഷോട്ട് പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല. അതായത് ഒരു നടൻ അഭിനയിക്കുന്ന ഏറ്റവും മോശം ഷോട്ട് നോക്കിയിട്ട് ഓക്കെ ഇത് മതി നമുക്ക്. കാരണം എല്ലാവരുടെയും വേസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു നടൻ്റെ ഏറ്റവും മോശം പെർഫോമൻസ് നോക്കിയിട്ടാണ് ഇവർ ഓക്കെ പറഞ്ഞിട്ട് എഡിറ്റിംഗ് ടേബിളിലേക്ക് ആ ഏറ്റവും മോശം ഷോട്ടാണ് കൊടുത്തു വിട്ടേക്കുന്നത്. പ്രഭാസിൻ്റെയും ലാലേട്ടൻ്റെയും അക്ഷയ് കുമാറിൻ്റെയും. പിന്നെ ഇതിലെ നായകൻ, എൻ്റെ പൊന്നോ, തിണ്ണനല്ല മൊണ്ണൻ. എന്താണ് നിനക്ക് സിനിമ അഭിനയം, നിൻ്റെ അച്ഛൻ വലിയ അവിടുത്തെ നായകനോ പ്രൊഡ്യൂസറോ ഒക്കെ ആയിരിക്കാം, പക്ഷേ എന്തിനാണ് മോനെ നീ അഭിനയിക്കുന്നത്? നിനക്ക് പറ്റൂലടാ ഇത്. കാരണം പുള്ളിയെ കാണിക്കുന്ന ഫസ്റ്റ് സീൻ തൊട്ടേ പുള്ളിക്ക് പറ്റൂല. പുള്ളി ഇങ്ങനെ വെറുപ്പിക്കുക. അക്ഷയ് കുമാറിൻ്റെ കൂടെയും പ്രഭാസിൻ്റെ കൂടെയും മോഹൻലാലിൻ്റെ കൂടെയൊക്കെ പുള്ളിക്ക് കോമ്പിനേഷൻ സീനുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ, ഓരോ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ സീനൊക്കെ കിട്ടിയിട്ട്, ഒരു സിനിമയിൽ തന്നെ ഇത്രയും കോമ്പിനേഷൻ സീൻ കിട്ടിയിട്ട് ഇതെല്ലാം പുള്ളി ഇങ്ങനെ വെറുപ്പിച്ച് കൈ തരുക. പിന്നെ പറയാണ്ടിരിക്കാൻ പറ്റില്ല, ഐശ്വര്യ മാധു, 2 നരസിംഹത്തിൽ ഐശ്വര്യ ഉണ്ടല്ലോ, അവർ, പിന്നെ യോധയിലെ നായിക മാധു.
എൻ്റെ അമ്മേ, ഇങ്ങനെ ഇങ്ങനെ വെറുപ്പിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളുണ്ടോ ഇതിനകത്ത്? മാധു അഭിനയിച്ച പന്നക റാണി, അവരുടെ നായികയുടെ ആ കഥാപാത്രത്തിന്റെ പേര് പന്ന റോള്, പന്ന, വെറും പന്ന. അവർക്കാണെങ്കിൽ അവർ വലിയ ഏതൊരു ഒരു ഗ്രാമത്തിന്റെ റാണിയൊക്കെയാണ്. അവർക്കാണെങ്കിൽ മെലിഞ്ഞുണങ്ങി, ഞാനിങ്ങനെ ബോഡി ഷെയിം ചെയ്യല്ല, ആ റോളിന് അവർ ആപ്റ്റ് അല്ല. അവർക്ക് കുറച്ചുകൂടെയൊക്കെ വേറെ റോളൊക്കെ പിടിക്കുക അവർക്ക്. അതായത് അവരെ കാണിക്കുമ്പോഴത്തേക്കും മറ്റേ ഈ ചുള്ളിക്കമ്പ് നിൽക്കുന്നതോടെ എനിക്ക് തോന്നണേ. ഞാൻ ബോഡി ഷെയിം ചെയ്യാണെന്ന് വിചാരിക്കരുത്, കാരണം ഈ റോളിന് അവർ ആപ്റ്റേ അല്ല. അവർ വാളും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. നിങ്ങൾ ഇതിനകത്ത് OTT വരുമ്പോൾ ആരും കാണത്തില്ല, എന്നാലും ആർക്കെങ്കിലും ഇനിയിപ്പോൾ ഈ പണ്ടാരം കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതിനകത്ത് ഒരു സീൻ ഞാനിപ്പോൾ വേണേൽ പറഞ്ഞുതരാം. ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. അതായത് ഈ തിണ്ണൻ എന്ന് പറയുന്ന മൊണ്ണ നായികയും വേറൊരു അതിനേക്കാൾ വലിയ മൊണ്ണയും കൂടെയുള്ള ഫൈറ്റ് സീൻ ഉണ്ട്. ഈ ഫൈറ്റ് സീനകത്ത് മാധുവിനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ബ്ലറായിട്ട് കാണിക്കും. അപ്പം മാധുവിൻ്റെ കയ്യിൽ എന്ത് വാളോ കിടുതാപ്പൊക്കെ ഇരിപ്പുണ്ട്. അയ്യോ, അത് കാണുമ്പോൾ നമുക്ക് മാധുവിന് വല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ തോന്നിപ്പോകും. കാരണം ഒരു റോളിന് ഒട്ടും ആപ്റ്റ് അല്ലാത്ത ആളെയൊക്കെ പിടിച്ച് കാസ്റ്റ് ചെയ്തേക്കുക. ഇത് എന്ത് കാര്യത്തിന്? ലാലേട്ടൻ എന്തിനാ ഇത് ചെയ്തേ? ഇങ്ങനെ സീൻ ബൈ സീൻ നമ്മളിങ്ങനെ വെറുപ്പിച്ച് ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നായകന് പ്രാന്താണ്, നായകന് മുഴുപ്രാന്താണ്. അവൻ്റെ പ്രാന്ത് കൂടി ലാസ്റ്റ് അവൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുമോ, ഇങ്ങനെ എന്തൊക്കെയോ വെറുപ്പിക്കല്, എന്തൊക്കെയോ ഇനി കാണിക്കുന്നത്. ലാസ്റ്റ് അവന് മുഴുപ്രാന്താകുമ്പോൾ ഈ പടം തീരുകയും ചെയ്യും. പിന്നെ വില്ലൻ, എന്ത് വില്ലനാണ് ഇയാൾ? ഈ വില്ലന് മുഖം പോലും കാണാൻ പറ്റുന്നില്ല നമുക്ക്. വില്ലൻ ഇങ്ങനെ ഇടയ്ക്ക് ഒരു ഇരുട്ടത്ത് വന്നിട്ട് 2 ഡയലോഗ് അടിക്കും. അവൻ ആരടാ, അവൻ എന്തിനാ വന്നേ, ഇതിൻ്റെ സംഭവം എന്താ? ഇത് നമുക്ക് പോലും താല്പര്യമില്ലാത്തൊരു വില്ലനാണെങ്കിൽ പടാവുകയും ചെയ്യും. വില്ലൻ വരുന്നു, പെട്ടെന്ന് പടാവുന്നു, കഴിഞ്ഞു. വില്ലനൊക്കെ എന്തടാ ഇത്? പിന്നെ ഇന്നത്തെ ആരാ വില്ലൻ ഏതാ? പിന്നെ ഒരു മൊണ്ണനെ തിണ്ണം പിടിച്ചടിക്കുന്നതിന് മൊണ്ണൻ ലാസ്റ്റ് ക്ലൈമാക്സ് ആകുമ്പോൾ പിന്നെയും വരും. അപ്പോൾ ആ ക്ലൈമാക്സ് ആകുമ്പോൾ സ്പൈഡർമാനും അനാക്കോണ്ടയൊക്കെ വരുന്നുണ്ട്. ഇത് എന്ത് ലോജിക്കലെടുത്ത പടമാടാ ഇത്? അല്ലെങ്കിൽ ഇത് എന്തിനെടുത്ത പടമാണ്? ഒന്നും നമുക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇത്രേ ഉള്ളൂ. ഇവരുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ ഇപ്പോൾ അത്യാവശ്യം മലയാളത്തിൽ ഇങ്ങനെ അയാളുടെ ആ പഴയ എന്താ പറയണ്ടേ, മോശം പടമൊക്കെ അവസാനിപ്പിച്ച് നല്ല പടം ചെയ്യാൻ തുടങ്ങിയിരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ ലാലേട്ടൻ ഒരു കൂതറായിട്ട് ഇരിക്കട്ടെ, പ്രഭാസിനൊരു കൂതറായിട്ട് ഇരിക്കട്ടെ, അക്ഷയ് കുമാറിൻ്റെ കൂതറായിട്ട് ഇരിക്കട്ടെ, എല്ലാവർക്കും ഓരോ കൂതറ സാധനം കൊടുത്തിട്ട് ഒരു പടം അവസാനിപ്പിച്ചു. കാണല്ലെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾ കാണരുത്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റൂല. എനിക്കിത് ഭയങ്കര ഹെഡേക്കാണ് ഈ മൂവി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ട് എനിക്ക് ഒട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തീരെ വർക്കായിട്ടില്ല. എനിക്ക് പറ്റൂല. എനിക്കിത് ഈ സിനിമ ഞാനിനി എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ചെയ്യണം, എനിക്ക് ഹാങ് ഓവറൊന്ന് മാറാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങൾ ഇങ്ങനെയുള്ള കാട്ടവരാതം സാധനങ്ങൾ, ഭക്തിയുടെയൊക്കെ പേരിൽ കാണിച്ചു കൂട്ടുന്ന സാധനങ്ങളൊക്കെ, ഇത് എന്താടാ ഇത്? ഇങ്ങനെയാണോ ഒരു സിനിമ എഴുതേണ്ടത്? ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണോ? ഇത് എന്തിൻ്റെ പേരിലാണ്? ഹിസ്റ്ററി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഇങ്ങനെ കൂതറയാക്കിയൊരു പടം എടുക്കരുത്. അമ്മാതിരി ഒരു വൃത്തികെട്ട സാധനം, ഒരു സിനിമയല്ല, വൃത്തികേട്, ഒരു അപരാധം, ദ്രോഹം, കൂതറ സാധനം.